പ്രിയമുള്ളവരെ, മറ്റൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ കണ്ടിരിക്കുന്ന ഒരു 80% ആൾക്കാരും മറ്റുള്ളവരുടെ പരിഗണനയ്ക്കും സ്നേഹത്തിനും വേണ്ടി ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അവനവൻ്റെ ജീവിതത്തെക്കുറിച്ച് മറന്നു പോവുകയും സമയത്തെ മറന്നു പോവുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് തെറ്റായ പ്രവണതകൾ നമ്മൾ അത് ഫോളോ ചെയ്തു വരുന്നു. ഈ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഫോളോ ചെയ്തു വരിക എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യതിചലിക്കാനോ തൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കാനോ കഴിവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ചെറിയൊരു ഉദാഹരണത്തിലൂടെ അത് മനസ്സിലാക്കി തരാം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു 3 വയസ്സ് വരെ നമ്മൾ അതിനെ അൺകണ്ടീഷണലായിട്ടാണ് സ്നേഹിക്കുന്നത്. അത് എന്ത് തെറ്റ് ചെയ്താലും എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അത് ഒരു കാര്യം തട്ടിമറിച്ചിട്ടാലും എന്ത് ചെയ്താലും നമ്മൾ ആ കണ്ണുകൊണ്ടേ കാണത്തുള്ളൂ, വാത്സല്യത്തോടെ കാണത്തുള്ളൂ. നമ്മളതിനെ വഴക്ക് പറയാറില്ല. പക്ഷേ അതിന് 3 വയസ്സിന് ശേഷം ഒരു 10 വയസ്സ് വരെ നമ്മൾ കൊടുക്കുന്ന അൺകണ്ടീഷണൽ സ്നേഹം കൊടുക്കത്തില്ല. നമ്മളൊരു ഉപാധി വെക്കും, ഒരു കണ്ടീഷൻ വെക്കും. കണ്ടീഷൻ വെച്ചിട്ടാണ് ചെറുതായിട്ട് അതിന് വഴക്ക് പറയും, കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന് അതിൻ്റെ മേളിലൊരു ഉത്തരവാദിത്വം കൊടുക്കും. നീ ഇന്നത് കൊണ്ടാണ്, നിൻ്റെ കുറ്റം കൊണ്ടാണ് എന്നും പറഞ്ഞൊരു ഉത്തരവാദിത്വം കൊടുക്കും. ഒരു 10 വയസ്സ് മുതൽ ഒരു 20 വയസ്സ് വരെയും അതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക. അത് ആണോ പെണ്ണോ ആയിക്കോട്ടെ, രണ്ടുപേരെയും വെച്ച് പറയുകയാണ്, ആണോ പെണ്ണോ ആയിക്കോട്ടെ. അപ്പോൾ 20 വയസ്സ് വരെയും നീ ഇന്ന കുറ്റം ചെയ്യുന്നുണ്ട്, നീ ഇന്ന പക്വതയായിരിക്കണം, നീ ഇന്നത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിനെ നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അൺകണ്ടീഷണലായിട്ട് കൊടുത്ത സ്നേഹം നമ്മൾ പിന്നീട് കൊടുക്കാൻ നമ്മൾക്ക് ഭയമാണ്. നമ്മൾ അതിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴെന്ത് ചെയ്യും? ഈ കുട്ടി നമ്മുടെ അറ്റൻഷന് വേണ്ടിയിട്ട്, നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ സ്നേഹം കിട്ടാൻ വേണ്ടി, നമ്മുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി, നമ്മുടെ പ്രോത്സാഹനം കിട്ടാൻ വേണ്ടി അതിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആ കുട്ടി അതിൻ്റെ ടൈമെല്ലാം ശ്രമിക്കുന്നത് നമ്മുടെ പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും വേണ്ടിയിട്ടാണ്. അതിന് കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹത്തിന് നമ്മൾ ഉപാധികൾ വെച്ചു, നമ്മൾ അവരുടെ മേൽ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിച്ചു, പക്വത അടിച്ചേൽപ്പിച്ചു. അതിനുശേഷം 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെ അത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ അച്ചീവ്മെൻറ്റ് ചെയ്ത് ഓരോരുത്തരെ ഇങ്ങനെ കാണിക്കാനായിട്ട്, സമൂഹത്തിനെ ഇങ്ങനെ ഞാൻ ഇന്ന നിലയിലെത്തി, ഇന്നത് ഉപയോഗിക്കുന്നു, ഇന്നത് ചെയ്യുന്നു പറഞ്ഞൊരു സമൂഹത്തിനെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്, സമൂഹത്തിൻ്റെ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കും. മറ്റുള്ളവരുടെ അംഗീകാരം, സമൂഹത്തിൻ്റെ അംഗീകാരം, മറ്റുള്ള ഓരോന്ന് കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഒരു വീട് വെച്ചാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ഒരു വണ്ടി മേടിച്ചാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇട്ടാൽ മറ്റുള്ളവരെ കാണിക്കുക, അങ്ങനെ ഷോ ചെയ്യാനും സമൂഹത്തിൻ്റെ അംഗീകാരത്തിന്, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ഇങ്ങനെ ഷോ ചെയ്യാനും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതെവിടെ നിന്നാണ് ഉണ്ടായത്? നമ്മൾ 3 വയസ്സ് വരെ അൺകണ്ടീഷണലായിട്ട് കൊടുത്ത സ്നേഹം കൊടുക്കാതെ ഉത്തരവാദിത്വം പഠിപ്പിച്ചും അതിനെ നമ്മൾ ഇങ്ങനെ കുറ്റം പറഞ്ഞും തിരുത്തിയും കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു പോയത്. സ്നേഹത്തിന് വേണ്ടി വെമ്പിയിട്ടാണ് ഈ 3 വയസ്സുള്ള ആൾ 30 വയസ്സായിട്ടും ഇങ്ങനെ അറ്റൻഷന് വേണ്ടി, സമൂഹത്തിൻ്റെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടും ഒരു പരിഗണനയ്ക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടും അവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത്. നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നത്. ഒരിക്കലും അങ്ങനെ ആകരുത്. സ്നേഹം കൊടുത്ത് അവരെ വളർത്തിയത് കൊണ്ട് അവർ നശിച്ചു പോകത്തില്ല. സ്നേഹം കൊടുക്കാതെ അവരെ അടിച്ചും വളർത്തിയിട്ടും അവർ പലരും നശിച്ചു പോയിട്ടില്ല. അവർ തിരിഞ്ഞു പോയിട്ടില്ലേ? ഓരോ വ്യക്തി ഈ ഒരു അവസ്ഥയിലായിപ്പോയ സമൂഹത്തിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ തുടർന്ന് വന്ന നമ്മൾക്ക് കിട്ടിയ പാരമ്പര്യമാണ്. ഈ ഒരു 10-16 വയസ്സുള്ള മക്കൾ ഈ മാതാപിതാക്കളുടെ ഈ വഴക്കും അടിയിലും ഒക്കെ അവരോട് എതിർത്തും ഒക്കെ സംസാരിച്ചിട്ട് പറയും, ഈ അമ്മയ്ക്കും അപ്പനും എന്നെ ഒന്ന് സ്നേഹിച്ചുകൂടെ എന്ന് വിചാരിക്കും. എത്ര സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര ഇതായിരുന്നേനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് എപ്പോഴും ഇങ്ങനെ പറയുന്നത്. പക്ഷേ ഈ മക്കൾ തന്നെ, അവർക്ക് മക്കളുണ്ടായി ഒരു 10-16 വയസ്സാകുമ്പോൾ ഇതേ തെറ്റ് തന്നെ അവരോടും ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തിരിച്ചറിവുകൾ ഉണ്ടാവുക. മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്കും അറ്റൻഷനും വേണ്ടിയിട്ടല്ല മനുഷ്യർ ജീവിക്കേണ്ടുന്നത്. സ്വന്തമായി ഉള്ളിലെ സൗന്ദര്യം കാണാനും തന്നെ ദൈവികമായ ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൃപ്തിപ്പെടാനും വേണ്ടിയാണ് മനുഷ്യർ ജീവിക്കുന്നത്. അതാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുമക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടുന്നത്.